ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിന്റെ 5ാമത്തെ ക്ലാസ്സിന്റെ 2ാമത്തെ ഭാഗത്തേക്ക് കിടക്കാം. ഈ ക്ലാസ്സിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ ചില ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ സെക്കൻഡ് സെക്ഷനിൽ പഠിക്കുക. റേറ്റ് കോൺസ്റ്റന്റും ടൈമും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The rate constant of a first order reaction is 1.15 into 10 raised to minus 3 second inverse. Calculate the time taken to reduce 5 gram of the reactant into 3 gram. First order reaction ആണ്. അതിന്റെ K വാല്യൂ തന്നിട്ടുണ്ട് 1.15 into 10 raised to minus 3 second inverse. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കാൽക്കുലേറ്റ് ദ ടൈം ആണ്. ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. 5 ഗ്രാം റിയാക്റ്റന്റ് എടുത്താൽ അത് 3 ഗ്രാം ആകാൻ എടുക്കുന്ന സമയം. അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0 നമുക്ക് തന്നിട്ടുണ്ട് 5 ഗ്രാം. എത്രയോ സമയം കഴിഞ്ഞപ്പോൾ ഈ 5 ഗ്രാം എന്നുള്ളത് 3 ഗ്രാം ആയിട്ട് മാറി. അപ്പോൾ കോൺസെൻട്രേഷൻ ആഫ്റ്റർ ടൈം ടി R is equal to 3 gram. അപ്പോൾ ആ ടൈം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. So here we have to use the integrated rate equation for a first order reaction. ഏതാണ് ഇക്വേഷൻ? K is equal to 2.303 by T log R0 by R. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ടി ആണ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനെ ടിക്ക് വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യും. ടി ഇസ് ഈക്വൽ ടു 2.303 ബൈ കെ ലോഗ് R0 ബൈ R. നമുക്ക് എല്ലാ വാല്യൂസും അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 2.303 ഡിവൈഡഡ് ബൈ 1.15 ഇൻറ്റു 10 raised to minus 3 log R0 5 ആണ്, R 3. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. 2.303 ഡിവൈഡഡ് ബൈ 1.15 ഇൻറ്റു 10 raised to minus 3 log 5/3 നമുക്ക് 1.666 എന്ന് വരും. നമുക്ക് 1.67 എന്ന് റൗണ്ട് ചെയ്യും. ഇനി നമുക്ക് ലോഗരിതം എടുക്കണം. നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. 2.303 by 1.15 into 10 raised to minus 3 log 1.67 എന്ന് പറയുന്നത് 0.2227. അപ്പോൾ ഇത്രയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ടി വാല്യൂ 444 ആണ്. ടൈം ആണ്. യൂണിറ്റ് എന്ത് കൊടുക്കണം? മിനിറ്റ് ആണോ, സെക്കൻഡ് ആണോ, അവർ ആണോ? നമ്മുടെ കെയുടെ യൂണിറ്റ് നോക്കിയേ, എന്താ തന്നിരിക്കുക? സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ ടൈം നമുക്ക് കിട്ടുന്നത് സെക്കൻഡിലാണ്. ടി ഈസ് ഈക്വൽ ടു 444 സെക്കൻഡ്സ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, വേറെ കാര്യമൊന്നുമില്ല അതിനകത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ അവിടെ? Show that for a first order reaction, time taken for 99.9% completion is 10 times its T half. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ 99.9% കംപ്ലീറ്റ് ആകാൻ എടുക്കുന്ന സമയം അതിന്റെ ടി ഹാഫിന്റെ അല്ലെങ്കിൽ ഹാഫ് ലൈഫ് പീരിയഡിന്റെ 10 ഇരട്ടിയാണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? 99.9% കംപ്ലീറ്റ് ആകാൻ എടുക്കുന്ന സമയം. അതിന് എനിക്ക് ടി 99.9 എന്ന് എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 10 into ടി ഹാഫ്. ഇതല്ലേ ഇത് പ്രൂവ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഇത്രയും തന്നിട്ടുണ്ട്. നമുക്ക് വേറെ വാല്യൂസും കാര്യങ്ങളൊന്നുമില്ല.
കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ടോ? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693/k എന്നതിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. നമുക്ക് k ഒന്നും അറിയില്ല, കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് k വാല്യൂ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ടി ഹാഫിന്റെ ഒരു ഇക്വേഷൻ അവിടെ എഴുതിയിട്ടു ഇൻ ടേംസ് ഓഫ് k. ഇനി ഇതിനെ ബന്ധപ്പെടുത്തേണ്ടത് എന്തുമായിട്ടാണ്? ടൈം ടേക്കൺ ഫോർ 99.9% കംപ്ലീഷൻ ഓഫ് ദ റിയാക്ഷൻ. അപ്പോൾ നമുക്ക് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഉണ്ട്, കെയും ടിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ. അതിൽ നിന്ന് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ t is equal to 2.303/k log r0/r ഉപയോഗിച്ചാണ് നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷെ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? r0യും r-kയും ഒന്നും നമുക്ക് തന്നിട്ടില്ല. നമുക്ക് ആകെ അറിയാവുന്നത് 99.9% കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന സമയം കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ സങ്കല്പിക്കുകയാണ്, ലെറ്റ് ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ബി 100. ഞാൻ എടുത്ത കോൺസെൻട്രേഷൻ, തുടക്കത്തിൽ ഞാൻ എടുത്ത റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ 100 ആണ്. 1 എന്നോ x എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് സങ്കല്പിക്കാം. ഞാനിപ്പോൾ 100 എന്ന് എടുത്തു. t 99.9 എത്തിയപ്പോ റിയാക്ടന്റിന്റെ 99.9% ഉപയോഗിച്ച് തീർന്നു. അപ്പോ ആഫ്റ്റർ ടൈം t ബാക്കിയുള്ള കോൺസെൻട്രേഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 99.9 ഉപയോഗിച്ച് തീരാൻ എടുക്കുന്ന സമയമാണ്. അപ്പൊ 100 എടുത്തിരുന്നു, 99.9 ഉപയോഗിച്ച് തീർന്നു, ബാക്കി എത്രയുണ്ട്? 0.1. അപ്പൊ t 99.9 എത്രയാണോ അത്രയും എത്തുമ്പോ 100 എടുത്തതിൽ 99.9 ഉപയോഗിച്ച് തീർന്നു, ബാക്കി 0.1 ഉള്ളൂ. അപ്പൊ എനിക്ക് r0യും r കിട്ടിയില്ലേ? ഞാൻ r0 100 എന്ന് എടുത്തു, അതിൽ നിന്ന് r കാൽക്കുലേറ്റ് ചെയ്തു. r എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയെങ്കിൽ r0യും r കിട്ടിയെങ്കിൽ നമുക്ക് t 99.9 കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ എഴുതാമല്ലോ. t എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് 99.9% കംപ്ലീഷന് വേണ്ടിയുള്ള സമയം ആയതുകൊണ്ട് ഞാൻ t 99.9 എന്ന് എഴുതി. is equal to 2.303 divided by k. k യുടെ വാല്യൂ നമുക്ക് അറിയില്ല. log r0 നമ്മൾ എത്രയെന്ന് സങ്കല്പിച്ചു? 100 എന്ന് സങ്കല്പിച്ചു. divided by r എത്രയുണ്ട്? 99.9 പോയി, ബാക്കി 0.1 ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ നമുക്ക് k യുടെ ടേംസിലുള്ള ഇക്വേഷൻ കിട്ടും. അപ്പൊ ഇവിടെ log 100/0.1 നമ്മുടെ സിംപ്ലിഫിക്കേഷൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. 100/0.1, 0.1 എന്ന് പറയുന്നത് 1/10. അപ്പൊ 100നെ 1/10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം റെസിപ്രോക്കൽ ആയ 10 കൊണ്ട് ഗുണിച്ചു. അപ്പൊ നമുക്ക് 1000 കിട്ടി. അപ്പൊ this is 2.303 divided by k log 1000. ഇനി log 1000 എന്ന് പറയുന്നത് 3 ആണ്, 3.000. അപ്പോൾ log 1000ന്റെ വാല്യൂ കൂടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2.303/k into 3 t 99.9. അപ്പോൾ ഇത് into 3 ചെയ്യുമ്പോൾ 6.909/k. അപ്പോൾ t 99.9നും നമുക്ക് k യുടെ ടേംസിലുള്ള ഒരു ഇക്വേഷൻ കിട്ടി. ഞാൻ അതിനെ ഇക്വേഷൻ 2 എന്ന് എഴുതി. ഇത് രണ്ടും കൂടിയുള്ള ബന്ധമാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഞാൻ ഇക്വേഷൻ 2/1 ചെയ്യാം. ഇക്വേഷൻ 2 എന്ന് പറയുന്നത് t 99.9 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1ലെ t half. ലെഫ്റ്റ് സൈഡ്
ഇനി റൈറ്റ് സൈഡ് എടുക്കുമ്പോൾ ഇക്വേഷൻ 2ന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് 6.909 by k divided by 0.693 by k. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 6.909 by k എന്നുള്ള ഫ്രാക്ഷനെ 0.693 by k എന്ന ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇത് റെസിപ്രോക്കൽ k by 0.693. അപ്പോൾ kയും kയും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി നമുക്കുള്ളത് 6.909 by 0.693. That is 10. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 2നെ ഇക്വേഷൻ 1 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 10 എന്ന് കിട്ടി. അതായത് T99.9 divided by T half is equal to 10. അപ്പോൾ അങ്ങനെയെങ്കിൽ T99.9 is equal to 10 into T half. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കിട്ടിയല്ലോ. ഇത്തരം പ്രോബ്ലംസും ചോദിച്ചു കാണാറുണ്ട്. നമ്മളുടെ പ്രാക്ടീസ് പ്രോബ്ലംസ് കൂടുതലായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. അത് റേറ്റ് കോൺസ്റ്റന്റും ടൈമുമായിട്ട് ബന്ധപ്പെട്ടതല്ല, റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യാം. സാധാരണ തരം ചോദ്യങ്ങൾ ചോദിച്ചു കാണാറുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, the conversion of x to y. x എന്ന് പറയുന്ന റിയാക്ടന്റ് y ആയിട്ട് മാറുന്ന റിയാക്ഷൻ കൺവേർഷൻ. It follows second order kinetics. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതൊരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്, ഓർഡർ 2 ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഇനി ഇതേ റിയാക്ഷൻ ഞാൻ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ആദ്യം എടുത്തതിന്റെ 3 ഇരട്ടിയാക്കിയിട്ട് റിയാക്ഷൻ റിപ്പീറ്റ് ചെയ്ത് നോക്കുന്നു. If the concentration of reactant is increased to 3 times, how is the rate affected? റേറ്റിന് എന്ത് വ്യത്യാസം വരും എന്നാണ് ചോദ്യം. Conversion of x to y follows second order kinetics. If the concentration of reactant is increased to 3 times, how is the rate affected എന്നാണ് ചോദ്യം. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ മാറിയാൽ റേറ്റ് മാറുമോ? മാറും. നമ്മൾ റേറ്റ് ലോ അല്ലെങ്കിൽ ലോ ഓഫ് മാസ് ആക്ഷൻ ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, റേറ്റ് ഈസ് directly proportional to molar concentration of reactants. അപ്പോൾ റേറ്റിന് വ്യത്യാസം വരും. അപ്പോൾ സപ്പോസ് ഇതാണ് റിയാക്ഷന്റെ ഇക്വേഷൻ, x giving y. അപ്പോൾ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഞാൻ ആദ്യം x ആണ് എടുത്തിരിക്കുക. അപ്പോൾ ആ സമയത്തുള്ള റേറ്റ് ഞാൻ റേറ്റിനെ r1 എന്ന് കൊടുക്കുകയാണ്. അതിന്റെ ഇക്വേഷൻ റേറ്റ് ലോയുടെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ നമുക്കറിയാം സെക്കൻഡ് ഓർഡർ ആണ്. അപ്പോൾ നമ്മൾ എഴുതും k into molar concentration of x square. സെക്കൻഡ് ഓർഡർ ആണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് പവർ 2 ആയത്. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ 1. ഇനി ഇതേ റിയാക്ഷൻ തന്നെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ആദ്യം എടുത്തതിന്റെ 3 ഇരട്ടിയാക്കി ഞാൻ റിപ്പീറ്റ് ചെയ്യും. 10 ഗ്രാം എടുത്തതിന് പകരം 30 ഗ്രാം എടുത്തു. അപ്പോൾ x എടുത്തതിന് പകരം അതിന്റെ 3 ഇരട്ടി 3x എടുത്തു. അപ്പോൾ റേറ്റിന് എന്ത് വ്യത്യാസം വരും? അപ്പോൾ രണ്ടാമത്തെ റേറ്റ് ആണ്, ഞാൻ അതിനെ R2 എന്ന് എടുക്കുകയാണ്. R2 is equal to k into റിയാക്ടന്റിന്റെ മോളാർ കോൺസെൻട്രേഷൻ എത്ര എടുക്കും? നമ്മൾ 3x എന്ന് എടുത്തു. ആദ്യം x ആയിരുന്നു, ഇപ്പോൾ അതിന്റെ 3 ഇരട്ടിയാക്കി 3x raised to 2. പവറിന് വ്യത്യാസം വരുമോ? ഇല്ല, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. കോൺസെൻട്രേഷൻ മാറിയാലും ഓർഡറിന് വ്യത്യാസം വരില്ല. കെക്ക് വ്യത്യാസം ഉണ്ടാവോ?
ഇല്ല, കാരണം ഓരോ റിയാക്ഷനും ഒരു പെർട്ടിക്കുലർ കെ വാല്യൂ ഉണ്ട് അറ്റ് എ സ്പെസിഫൈഡ് ടെമ്പറേച്ചർ. റിയാക്ടന്റിന്റെ മോളാർ കോൺസെൻട്രേഷൻ മാറിയതുകൊണ്ട് കെ വാല്യൂ മാറില്ല. അപ്പൊ കെയ്ക്ക് വ്യത്യാസമില്ല. അപ്പൊ R2 is equal to k into 3x the whole raised to 2. അപ്പൊ ഇത് 3x ന്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9x സ്ക്വയർ. ഞാൻ ഇതിനെ 9kx സ്ക്വയർ എന്ന് എഴുതി. Let it be equation 2. x 3x ആക്കിയാൽ R2 എത്രമാത്രം മാറും എന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ ഇതിന്റെ റേഷ്യോ എടുക്കുകയാണ്. R2 by R1 എടുക്കും. ഇക്വേഷൻ 2 by ഇക്വേഷൻ 1. അപ്പോൾ R2 by R1 is equal to എനിക്ക് എഴുതാം 9kx square divided by k into x square. നോക്കിയേ, k യും k യും ക്യാൻസൽ ചെയ്തു, x square x square ക്യാൻസൽ ചെയ്തു, 9. അപ്പോൾ R2 by R1 is equal to 9. അതിൽ നിന്ന് R2 is equal to എന്ത് എഴുതാം? 9R1. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ 3 ഇരട്ടി ആക്കിയാൽ റേറ്റ് 9 ഇരട്ടി ആയിട്ട് മാറുന്നു. 9 ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നു. പിടികിട്ടിയോ? ഇത്തരം ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ എടുത്തത് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ 3 ഇരട്ടിയായ. നമുക്ക് വേറെ ഒന്നും കൂടെ ചെയ്ത് നോക്കാം. ആദ്യം എടുത്ത കോൺസെൻട്രേഷൻ x ആണ്. രണ്ടാമത് ഞാൻ അതിന്റെ പകുതി എടുക്കുന്നു. കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ഇസ് ഹാഫ്. പകുതിയാക്കുന്നു. x എന്ന് പറയുന്നത് x/2. 10 എടുക്കുന്നതിന് പകരം 5 എടുത്തു. ആക്കിയാൽ റേറ്റിന് എന്ത് വ്യത്യാസം വരും? അപ്പോൾ ഇത് ഫസ്റ്റ് കേസ് നമ്മൾ R1 എഴുതി, R2 എഴുതി. ഇനി റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ പകുതിയാക്കുക. അതായത് എക്സിന് പകരം നമ്മൾ x/2 എന്ന് എഴുതി. അപ്പോൾ പുതിയ റേറ്റ് ആണ് R3 എന്ന് എഴുതുകയാണ്. R3 is equal to k into എക്സിന് പകരം നമ്മൾ x/2 the whole square എടുക്കും. അപ്പോൾ that is k into x square by 4. Let it be equation 3. R3 is equal to k into x square by 4. ഞാൻ R3 by R1 എടുക്കുന്നു. R3 by R1. അതായത് ഞാൻ ചെയ്തത് ഇക്വേഷൻ 3 by ഇക്വേഷൻ 1. നമ്മൾ ഫസ്റ്റ് കേസിനോടാണ് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് R3 by R1. അപ്പോൾ R3 എന്ന് പറയുന്നത് k into x square by 4. R1 എന്ന് പറയുന്നത് k into x square. അപ്പോൾ ഇതിനെ k into x square കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ k into x square by 4 into k into x square. k യും k യും ക്യാൻസൽ ചെയ്തു, x square x square ക്യാൻസൽ ചെയ്തു. then we will get 1/4. R3 by R1 is equal to 1/4. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. R1 is equal to 4R3 അല്ലെങ്കിൽ R3 is equal to എന്താവും? R1 by 4. മനസ്സിലായല്ലോ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 4R3 is equal to R1. അപ്പോൾ R3 is equal to R1 by 4. അപ്പോൾ എന്ത് വ്യത്യാസം വന്നു? റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ആദ്യത്തേതിന്റെ പകുതിയാക്കിയപ്പോൾ റേറ്റ് ആദ്യത്തേതിന്റെ 4/1 കുറഞ്ഞു. പിടികിട്ടിയില്ലേ? ഇത്തരം ക്വസ്റ്റ്യൻസും ചോദിക്കാം. അപ്പോൾ നിങ്ങളുടെ നോട്ട്സിന്റെ കൂട്ടത്തിൽ കൂടുതൽ പ്രാക്ടീസ് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. അത് സ്വയം ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സും കഴിയുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.